ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ 3rd ടേമിലെ ഫസ്റ്റ് യൂണിറ്റായ ഒരു സ്വപ്നം പോലെ എന്ന യൂണിറ്റാണ്. അതിൽ തന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു ചിത്രം നോക്കി കഥ ഉണ്ടാക്കാനുള്ള പ്രവർത്തനമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 3 കുട്ടികളുണ്ട്, അവരൊരു പാർക്കിൽ കളിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ കഥ ഉണ്ടാക്കുക? എങ്ങനത്തെ ഒരു കഥയാണ് ഉണ്ടാക്കുക? ഒരു സ്വപ്നം പോലെയാണ്, അവർ സ്വപ്നം കണ്ട ഒരു കഥയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. കണ്ടോ? അനുവും മനുവും വിനുവും സുഹൃത്തുക്കളായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം അവർ വീടിനടുത്തെ പാർക്കിൽ ഒത്തുചേരും. ഓടിയും ചാടിയും മരത്തിൽ കയറിയും അവർ ആർത്തുല്ലസിക്കും. ഒരു ദിവസം അനുവും മനുവും വിനുവിനെയും കാത്ത് പാർക്കിലിരിക്കുകയായിരുന്നു. അപ്പോൾ വലിയൊരു ശബ്ദം കേട്ടു. വേഗം തന്നെ അവർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അതൊരു പറക്കും ദിനോസറായിരുന്നു. അവർ അതിനെ കണ്ട് ഭയന്ന് ഓടാൻ ശ്രമിക്കുമ്പോൾ പാർക്കിലെ മരങ്ങൾക്കിടയിൽ നിന്നും വേറൊരു വലിയ ദിനോസർ വരുന്നു. ആ വലിയ ദിനോസർ പിന്തിരിഞ്ഞോടാൻ ശ്രമിക്കുന്ന കുട്ടികളോട് സംസാരിക്കാൻ തുടങ്ങി. വേഗം തന്നെ അവർ ദിനോസറുമായി ചങ്ങാത്തത്തിലായി. ദിനോസർ അവരോട് അതിൻ്റെ പുറത്ത് കയറിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ ഇത്രയും പൊക്കമുള്ള ദിനോസറിൻ്റെ പുറത്ത് കയറാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അവർ വിഷമിച്ചു. അപ്പോഴാണ് പാർക്കിൻ്റെ ഒരു കോണിലിരിക്കുന്ന ഒരു ഏണി മനു കണ്ടത്. അവൻ വേഗം തന്നെ ആ ഏണി ദിനോസറിൻ്റെ പുറത്ത് ചാരി വെച്ചു അതിൻ്റെ മുകളിൽ കയറി. ഇതേ സമയം വിനു തൻ്റെ സൈക്കിളിൽ പാർക്കിലേക്ക് വന്നു. മനു ദിനോസറിൻ്റെ പുറത്തിരുന്നു കൊണ്ട് കൈകാട്ടി വിനുവിനെ വിളിച്ചു. അപ്പോഴേക്കും മനു അമ്മയുടെ വിളി കേട്ട് ഞെട്ടിയുണർന്നു. അപ്പോഴാണ് താൻ കണ്ടത് വെറും ഒരു സ്വപ്നമാണെന്ന് മനസ്സിലായത്. തൻ്റെ സ്വപ്നത്തെക്കുറിച്ചും അനുവിനോടും മിനുവിനോടും പറയാം എന്ന സന്തോഷത്തിൽ മനു വേഗം സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി. ഇങ്ങനെ നിങ്ങളും പല സ്വപ്നങ്ങളും പകുതി വഴി കണ്ടു നിർത്തിയിട്ടുണ്ടാകും അല്ലേ. അപ്പോഴേക്കും നമ്മൾ എങ്ങനെയെങ്കിലും ഉണരും. പേടി സ്വപ്നമാണെങ്കിൽ നമുക്ക് വേഗം ഉണർന്നാൽ മതി എന്നാവും. പക്ഷെ നല്ല സ്വപ്നങ്ങളാണെങ്കിൽ അത് മുഴുവൻ കാണായിരുന്നു എന്ന ഒരു ചിന്തയാവും നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാഠത്തിലേക്ക് കടക്കാം. പാഠം 1, നീലാകാശം. അപ്പോൾ ഈ കഥ നിങ്ങൾ ഈ പറയുന്നത് കേട്ടതുപോലെ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതണം. ഇപ്പം നിങ്ങൾക്ക് കേട്ടെഴുതാനൊക്കെ പഠിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ കഥ നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക. ഇനി നീലാകാശം എന്ന ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വലിയ വിശാലമായതാണ് ആകാശം അല്ലേ. നമ്മൾ കണ്ണെത്തും ദൂരത്തെല്ലാം ആകാശം കാണുന്നുണ്ട് ഇല്ലേ. വിശാലമായ ഈ ആകാശം പോലെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ മോഹങ്ങൾ. ആകാശത്തിന് കുറുകെ പറക്കാൻ ആർക്കാണ് മോഹമില്ലാത്തത്? കവിത വായിച്ചല്ലോ അല്ലേ. കവിത വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ആകാശത്തിന് കുറുകെ പറക്കാൻ ആർക്കാണ് മോഹമില്ലാത്തത്? ആകാശത്തെ വരുതിയിലാക്കാൻ ആർക്കാണ് കഴിഞ്ഞിട്ടുള്ളത്? അത് പക്ഷികൾക്ക് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. പക്ഷികൾ ആകാശത്തിൻ്റെ കുറുകെയും നെടുകയും നീളത്തിലുമൊക്കെ പറക്കും അല്ലേ. അങ്ങനെ ഇച്ഛാശക്തി, നമുക്കത് നേടണം, നമുക്കങ്ങനെ ചെയ്യണം എന്നുള്ള ഇച്ഛാശക്തിയും അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ചിറക് വെച്ച് പറക്കാൻ കഴിയില്ലെങ്കിലും നമുക്ക് വിമാനത്തിൻ്റെ ചിറകിലേറി പറക്കാം, വിമാനത്തിനെ പറത്താം അല്ലേ. അങ്ങനെ നമ്മൾ കഠിനമായി പരിശ്രമിക്കുകയും നമുക്ക് ഇച്ഛാശക്തിയും ഉണ്ടാവണം. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ നീലാകാശം എന്ന കവിത ഈ ആശയങ്ങളെ അവതരിപ്പിക്കുന്നു. എന്താണ് ഈ കവിതയുടെ ആശയം? കവിതയുടെ ആശയം അതിരില്ലാതെ പരന്ന് കിടക്കുകയാണ് നീലാകാശം. നീലാകാശം എവിടെയെങ്കിലും വെച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നില്ല, അതിരില്ല അതിന്. നമ്മുടെ വീടുകൾക്കെല്ലാം ഒരു അതിരുണ്ടാവും. നമ്മുടെ വീട് ഏതുവരെയാണ്, അവിടെ നമ്മളൊരു മതിൽ കെട്ടുകയോ വേലി കെട്ടുകയോ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ അതിരില്ലാതെ പരന്ന് കിടക്കുകയാണ് നമ്മുടെ നീലാകാശം. അവിടെ ഒരു പക്ഷിയെപ്പോലെ പറന്നു നടക്കാനാണ് ഈ കുട്ടിക്ക് ആഗ്രഹം. ചിറകില്ലാതെ പറക്കാമെന്ന് മോഹിക്കുന്നത് തന്നെ ചിന്താശൂന്യതയാണ്.
ചിറകില്ലാതെ പറക്കാൻ കഴിയില്ല അല്ലേ? പക്ഷികൾക്കൊക്കെ ചിറകുണ്ട്, അതുകൊണ്ടാണ് അവർ പറക്കുന്നത്. പൂമ്പാറ്റകൾക്കും തുമ്പികൾക്കും എല്ലാം ചിറകുള്ളത് കൊണ്ടാണ് പറക്കുന്നത്. അപ്പോൾ ചിറകില്ലാതെ പറക്കാമെന്ന് മോഹിക്കുന്നത് തന്നെ ചിന്താശൂന്യതയാണ്. ആകാശരഥത്തിൽ, അതായത് വിമാനത്തിൽ കയറി സഞ്ചരിക്കാം അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിമാനത്തിൽ കയറി സഞ്ചരിക്കാം, അല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. എന്നാൽ എൻ്റെ മനസ്സിന് പറന്നു ചെല്ലാൻ കഴിയാത്ത ദിക്കുകളൊന്നുമില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് കടലിൻ്റെ മേലെ കൂടെ പറക്കാം, കടലിൻ്റെ മേലെ കൂടെ നടക്കാം. അങ്ങനെ മനസ്സുകൊണ്ട്, അതാണ് മനസ്സുകൊണ്ട് പലതും നമുക്ക് നേടാൻ കഴിയും. അങ്ങനെ ചിന്തിക്കുകയാണ് അല്ലേ? അല്ലാതെ നമ്മുടെ മനസ്സിൽ വിചാരിച്ച ഉടനെ ആകാശത്ത് കൂടെ പറക്കാൻ കഴിയുമോ? ഇല്ല. മനസ്സിന് പറന്നു ചെല്ലാൻ കഴിയാത്ത ദിക്കുകൾ ഒന്നും ഇല്ല. ചിറകില്ലാതെ രഥമില്ലാതെ പറന്നു നടക്കാൻ മനസ്സിന് മാത്രമേ കഴിയൂ. ചിറകില്ലാതെ രഥമില്ലാതെ പറന്നു നടക്കാൻ മനസ്സിന് മാത്രമേ കഴിയൂ. ഇങ്ങനെ എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാൻ മനസ്സിന് ആരാണ് ശക്തി നൽകിയത് എന്ന് കുട്ടി ചിന്തിക്കുന്നു. കവിതയുടെ ആശയം: അതിരില്ലാതെ പരന്നു കടക്കുകയാണ് നീലാകാശം. അവിടെ ഒരു പക്ഷിയെപ്പോലെ പറന്നു നടക്കാനാണ് കുട്ടിക്ക് ആഗ്രഹം. ചിറകില്ലാതെ പറക്കാമെന്ന് മോഹിക്കുന്നത് തന്നെ ചിന്താശൂന്യതയാണ്. ആകാശരഥത്തിൽ, അതായത് വിമാനത്തിൽ കയറി സഞ്ചരിക്കാം, വേറെ വഴിയില്ല. എന്നാൽ എൻ്റെ മനസ്സിന് പറന്നു ചെല്ലാൻ കഴിയാത്ത ദിക്കുകളൊന്നുമില്ലല്ലോ. ചിറകില്ലാതെ രഥമില്ലാതെ പറന്നു നടക്കാൻ മനസ്സിന് മാത്രമേ കഴിയൂ. ഇങ്ങനെ എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാൻ മനസ്സിന് ആരാണ് ശക്തി നൽകിയത് എന്ന് കുട്ടി ചിന്തിക്കുന്നു. ഇതാണ് നമ്മുടെ കവിതയുടെ ആശയം. ഇനി നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. 1902 ജനിച്ച് 1980 അദ്ദേഹം അന്തരിച്ചത്. തിരുവല്ലയ്ക്കടുത്ത് വെണ്ണിക്കുളത്താണ് ജനിച്ചത്. അധ്യാപകനായിരുന്നു. മാണിക്യവീണ, സരോവരം, കേരളശ്രീ, കദളീവനം, സൗന്ദര്യപൂജ, തിരുക്കുറൽ പരിഭാഷ, തുളസീദാസ് രാമായണം വിമർത്തനം എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ മുഖ്യകൃതികൾ. ഇനി നമുക്കിതിലെ പുതിയ പദങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. പദപരിചയം: നീലാകാശം, നീല നിറത്തിലുള്ള ആകാശം. പായാൻ, പായാൻ പറഞ്ഞാൽ ഓടാൻ അല്ലെങ്കിൽ പറക്കാൻ. മോഹം, ആഗ്രഹം. ഗഗനം, ആകാശം. തരണം ചെയ്യുക, കടന്നു പോവുക. ഗതിയില്ല, മാർഗമില്ല. ഇത്രയുമാണ് പുതിയ പദങ്ങൾ. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായി നോക്കാം. പ്രവർത്തനം 1, ഉത്തരം കണ്ടെത്താം എന്ന പ്രവർത്തനമാണ്. ആകാശത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ആകാശത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ആകാശത്തിന് നീല നിറമാണ്. അത് അതിരുകളില്ലാതെ പരന്നു കിടക്കുകയാണ്. എന്താവാം ചിന്താശൂന്യമായ മോഹം? എന്താണ് ചിന്താശൂന്യതയല്ലേ എന്ന് പറഞ്ഞത്? ഏതിനെക്കുറിച്ചാണ്? പക്ഷിയെപ്പോലെ പറന്നു നടക്കാൻ ചിറകു വേണം. എന്നാൽ ചിറകുകളില്ലാതെ പക്ഷിയെപ്പോലെ പറന്നു നടക്കാൻ ആഗ്രഹിച്ചതാണ് ചിന്താശൂന്യമായ മോഹം. അടുത്തത്, നീലാകാശത്തിൽ പക്ഷി കണക്കെ പായാൻ മോഹം. മോഹം എങ്ങനെ സാധിപ്പിക്കുമെന്നാണ് കുട്ടി സങ്കല്പിക്കുന്നത്? എങ്ങനെയാണ് ഈ മോഹം സാധിക്കുക? മനസ്സുകൊണ്ട് എവിടെ വേണമെങ്കിലും പറന്നെത്താം. അങ്ങനെ മോഹം സാധിക്കാം. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം, എന്താണ് മനസ്സിനുള്ള ശക്തി? ചിറകില്ലാതെ രഥമില്ലാതെ ഏതു ദിക്കിലും പറന്നെത്താൻ കഴിയും. അതാണ് മനസ്സിൻ്റെ ശക്തി. ഇനി ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനം 2, തലക്കെട്ട് നൽകാം. നമ്മുടെ ഈ പാഠത്തിന് ഒരു തലക്കെട്ട്, മറ്റൊരു തലക്കെട്ട് നൽകാൻ എന്തൊക്കെയാവണം? നമ്മൾ തലക്കെട്ട് നൽകുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? തലക്കെട്ട് എന്ന് പറഞ്ഞാൽ നല്ല ചെറുതാവണം, നല്ല രസകരമാവണം.
അതിൻ്റെ മർമ്മം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഹെഡിങ്ങിൽ വരാൻ നോക്കണം. ഇങ്ങനെ 3 കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഒരു തലക്കെട്ട് നൽകേണ്ടത്. അപ്പോൾ ഈ കവിതയ്ക്ക് ചേരുന്ന മറ്റൊരു തലക്കെട്ട് എന്ന് പറയുന്നത് മനോരഥം, മനസ്സിൻ്റെ രഥം, മനോരഥം. മനസ്സിൻ്റെ രഥത്തിലേറി പോകാം എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ തലക്കെട്ട് മനോരഥം എന്നാകാം. പ്രവർത്തനം 3. കവിതയിലെ കുട്ടിയെപ്പോലെ നിങ്ങൾക്കും മോഹങ്ങളില്ലേ? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മോഹങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെയും നമ്മൾ എഴുതുന്നത് ഒരു ടീച്ചറാവാൻ മോഹമുള്ള ഒരു കുട്ടിയെക്കുറിച്ചാണ്. ആ കുട്ടി എഴുതുക എങ്ങനെയായിരിക്കും? എനിക്കൊരു അധ്യാപകനാകാനാണ് ആഗ്രഹം. എൻ്റെ ടീച്ചറെ പോലെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്കായി ചെയ്യാനാകും. എല്ലാവർക്കും മാതൃകയാകാൻ കഴിയും വിധത്തിൽ പ്രവർത്തിക്കാം. എൻ്റെ കുട്ടികൾക്കൊപ്പം ചേർന്ന് ഞാൻ ഒരു വലിയ പഴത്തോട്ടം ഉണ്ടാക്കും. പലതരം പൂക്കളുടെയും പഴങ്ങളുടെയും മണം ആസ്വദിച്ച് പൂമ്പാറ്റകളും വണ്ടുകളും പക്ഷികളും അണ്ണാറക്കണ്ണന്മാരും അവിടെ എത്തും. അവയോട് കൂട്ടുകൂടിയും പഴങ്ങൾ കഴിച്ചും ഉത്സാഹത്തോടെ എൻ്റെ അരുമകൾ വളരും. അവിടെ സ്നേഹത്തിൻ്റെ പാഠങ്ങൾ എൻ്റെ കുട്ടികൾ പഠിക്കും. ഇനി അടുത്ത പ്രവർത്തനം 4. വരികൾ കൂട്ടിച്ചേർക്കാം. ഓരോരുത്തരും സ്വന്തം സങ്കല്പത്തിനനുസരിച്ച് കവിത പൂർത്തിയാക്കണം. ഈ കവിത ഞാൻ പൂർത്തിയാക്കി തരുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ഇത് പൂർത്തിയാക്കാൻ. കാടും മേടും കാട്ടാറും കൂട്ടരെ നോക്കി ചെല്ലുന്നു. എന്താണ് ചൊല്ലുന്നത്? എന്തൊരു സുഖമാണ് ഈ വഴി വന്നാൽ പാട്ടും പാടി കളിയാടാം. ഇതേപോലെ നമുക്ക് ഈ 3 വരിയും മാറ്റാതെ നമുക്ക് എഴുതാം. കാടും മേടും കാട്ടാറും കൂട്ടരെ നോക്കി ചൊല്ലുന്നു. എന്തൊരു സുഖമാണ് ഈ വഴി വന്നാൽ കായും കനികളും തിന്നിടാം. ആ വരി മാത്രം മാറ്റിയിട്ട് നിങ്ങൾ മറ്റ് വരികൾ കൂട്ടിച്ചേർക്കുക കേട്ടോ. അതേപോലെ തന്നെ പൂവും പുഴയും പൂമലയും കൂട്ടരെ നോക്കി ചൊല്ലുന്നു. ഇനി അടുത്തതായിട്ട് പൂവും പുഴയും പൂമലയും കൂട്ടരെ നോക്കി ചൊല്ലുന്നു. എന്തൊരു രസമാണ് ഈ വഴി വന്നാൽ കഥയും ചൊല്ലി കളിയാടാം. അങ്ങനെ നമുക്ക് മാറ്റി ഇതെഴുതാം. ഇനി പ്രവർത്തനം 5. ചൊല്ലി രസിക്കാം. പാഠപുസ്തകത്തിലുള്ള ഈ കവിത നമുക്കൊന്ന് ചൊല്ലി രസിക്കാം. ചിറകു കുരുത്തു തുടങ്ങും മുൻപൊരു ചിന്നക്കുരുവി നനയ്ക്കുന്നു. നീലാകാശം കൂട്ടിനരികെ നിന്നു പതുക്കെ വിളിക്കുന്നു. കാടിൻമീതെ വയലിൻമീതെ കടലിൻമീതെ പോകണമോ? കുഞ്ഞിക്കാറ്റു കളിച്ചു നടക്കും കുന്നിൻ ചുമലിലിരിക്കണമോ? അരുവികൾ പാടിച്ചാടി നടക്കും ചെരുവകൾ തോറും ചെല്ലണമോ? പുലർകാലത്തിൻ കാന്തികളാലെ പൂത്ത കിഴക്കും കാണണമോ? നീലിമയേറിയൊരെന്നുടെ മടിയിൽ നീ വന്നുടനെ ചേർന്നാലും നാണം തോന്നും ചിറകുമുളപ്പൊരു നാൾ വന്നില്ലെന്നറിയിക്കാൻ. നാളെ കാലത്തുണരുമ്പോഴേ നല്ലൊരു ചിറകുമുളച്ചെങ്കിൽ വയലിൽ തത്തി കതിരുകൾ കൊത്തി വാനിൽ പാറി നടന്നേനെ. അമ്മയും അപ്പോൾ എന്നെ കണ്ടിട്ട് അഭിമാനത്തോടു വന്നേനെ. ചിറകു കുരുത്തു തുടങ്ങും മുൻപൊരു ഇണക്കുരുവി കൊതിക്കുന്നു. ഇനി മറ്റൊന്ന്. എല്ലാ നാളും മണ്ണിൽ നടപ്പതിനില്ലൊരു കുതുകം നിരുവിച്ചാൽ. ഇല്ലൊരു കുതുകം നിരുവിച്ചാൽ. എല്ലാ നാളും ഇങ്ങനെ മണ്ണിൽ നടക്കുന്നതിന് ഒരു കൗതുകവുമില്ല അല്ലേ? മാനത്തൊന്നു പറക്കാതങ്ങനെ ഞാൻ അമരുന്നത് ശരിയാമോ? മാനത്തൊന്ന് പറക്കാതെ ഞാൻ അമരുന്നത് ശരിയാമോ? കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിനു കുന്നിന്മീതെ പറക്കാൻ മോഹം. അതൊരു കളിയാക്കി പറയുന്ന ഒരു വരികളാണ്. കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ എപ്പോഴും തമാശയും കളിയാക്കലുകളും ഒക്കെ ചേർന്നതാണ്. കുണ്ടിലിരിക്കുന്ന ഈ തവളക്കുഞ്ഞിന് എങ്ങനെയാണ് കുന്നിന്മേലെ പറക്കാൻ മോഹം ഉണ്ടായിട്ട് കാര്യമുണ്ടോ?
ആ കുണ്ടിന്ന് ആദ്യം അതിന് ചാടി പുറത്തു വരണം. അതിന് കഴിഞ്ഞതിന് ശേഷം കുന്നിലേക്ക് ചാടണം അല്ലേ? എന്നാലും നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും സാധിച്ചെടുക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. ഇനി പ്രവർത്തനം 6, വാക്കുകൾ വേർതിരിക്കുക. പരന്നു കിടപ്പുണ്ടാകാശം. പരന്ന് കൂട്ടണം കിടപ്പുണ്ട് കൂട്ടണം ആകാശം. അവിടെ പക്ഷി കണക്കെ. അവിടെ കൂട്ടണം പക്ഷി കൂട്ടണം കണക്കെ. കവിയുന്നുണ്ടേ. കവിയുന്നു കൂട്ടണം ഉണ്ടേ. ഇങ്ങനെ ഈ 2, 3 വാക്കുകൾ ചേർന്നിട്ടാണ് ഈ വലിയ വാക്കുകൾ ഉണ്ടായിട്ടുള്ളത്. ചെല്ലാം എല്ലാ ദിക്കിലും. ചെല്ലാം കൂട്ടണം എല്ലാ ദിക്കിലും. പാറാതെങ്ങനെയാവും. പാറാതെ കൂട്ടണം എങ്ങനെ കൂട്ടണം ആവും. ഓക്കെ. ഇനി അടുത്ത പ്രവർത്തനം പകരം പദം കണ്ടെത്താം. പ്രവർത്തനം 7, പകരം പദം കണ്ടെത്താം. താഴെ കൊടുത്ത പദങ്ങൾക്കു പകരം കവിതയിൽ ഉപയോഗിച്ച വാക്കുകൾ കണ്ടെത്തി എഴുതുക. ആകാശം ഏതാണ്? ഗഗനം. ആകാശത്തിൻ്റെ മറ്റൊരു പേരാണ് ഗഗനം. തേര്. തേര് എന്നുള്ളതിന് രഥം. വഴി മാർഗം. അതിർത്തി അതിര്. ഓടുക പായുക. മറികടക്കുക തരണം ചെയ്യുക. ഇനി നമുക്ക് അടുത്തതായിട്ട് സമാന പദങ്ങൾ എഴുതാം. ഇതും നമ്മൾ സമാന പദങ്ങൾ ഓരോന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ആകാശത്തിൻ്റെ അതേ അർത്ഥം വരുന്ന വാക്കാണ് ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിച്ച വാക്കുകൾ കണ്ടെത്തി. ഇനി നമുക്ക് ആകാശത്തിന് വേറെ പകരം പദങ്ങൾ. ആകാശം, നഭസ്, വ്യോമം, അമ്പരം, മാനം, വാനം എന്നുള്ള എളുപ്പവാക്കുകളും നമുക്കറിയാം അല്ലേ? മാനം, വാനം, നഭസ്, വ്യോമം, അമ്പരം. പക്ഷിക്ക് നമ്മൾ കിളി പറയും അല്ലേ? പിന്നെ ഇവിടെ നമ്മൾ തന്നിട്ടുള്ളത് ഖഗം, പത്രി, വിഹഗം, പതംഗം. വിഹംഗം, പതംഗം. പ്രയാസമുള്ള വാക്കുകൾ ഒഴിവാക്കിയിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള വാക്കുകൾ നിങ്ങൾ പഠിക്കുക. രഥം. രഥത്തിന് സമാന പദം തേര്, സ്യന്തനം, ശതാംഗം. മനസ്സ്, ചിത്തം, ഉള്ളം, മാനസം. വഴി, മാർഗം, പന്ഥാവ്, രഥ്യ. ഇത്തിരി പ്രയാസമുള്ള വാക്കുകളുണ്ട് കേട്ടോ. ഏറ്റവും എളുപ്പമുള്ളത് നിങ്ങൾ പഠിച്ചോളൂ. ചിറക്, പക്ഷം, പത്രം. പത്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ചിറക് എന്നാണ്. ഈ പാഠത്തിൽ മുൻവർഷം വന്നിട്ടുള്ള ചോദ്യങ്ങളും അതുപോലത്തെ മാതൃകാ ചോദ്യങ്ങളുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അനുക്കുട്ടി നീലാകാശം എന്ന കവിത പഠിച്ചിട്ടാണ് ഉറങ്ങിയത്. ഉറക്കത്തിൽ അവളൊരു സ്വപ്നം കണ്ടു. നീലാകാശത്തിലൂടെ പറന്ന് നടക്കുന്നത്. അവർക്ക് ചിറകുണ്ട്. പറന്നു നടക്കാൻ നല്ല രസമാണ്. എന്തെല്ലാം കാഴ്ചകൾ! എപ്പോഴോ അവൾ ഉണർന്നു. എന്നാൽ സ്വപ്നം മാഞ്ഞുപോയില്ല. അവൾ കൂട്ടുകാരിയോട് താൻ കണ്ട സ്വപ്നം പറഞ്ഞു. എങ്ങനെയായിരിക്കും അനുക്കുട്ടി തൻ്റെ സ്വപ്നാനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക? നിങ്ങൾ തന്നെ എഴുതണം കേട്ടോ. ഇനി ഇപ്പം എങ്ങനെ തുടക്കം എങ്ങനെ നമ്മൾ പറയുന്നത്? മാലു അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ പേര് വിളിക്കുക. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു കേട്ടോ. നമ്മൾ നീലാകാശം എന്ന കവിത പഠിച്ചിട്ടാണ് ഞാൻ ഇന്നലെ കടന്നത്. അതിനുശേഷമാണ് സ്വപ്നം കണ്ടത്. ആ സ്വപ്നത്തിൽ എനിക്ക് ചിറകുണ്ടായി. അങ്ങനെ സ്വപ്നത്തിനെ വലുതാക്കി എഴുതണം. ഓക്കെ. അടുത്തതായിട്ട് വരികൾ കൂട്ടിച്ചേർക്കുക. താഴെ കൊടുത്തിരിക്കുന്ന വരികൾ നോക്കൂ. ഇനി അതിൽ കൂടെ 4 വരികൾ കൂട്ടിച്ചേർക്കണം. പൂക്കൾ നിറയെ പൂമ്പാറ്റ, പാറി നടക്കും പൂമ്പാറ്റ. പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കേട്ടോ ഇത്. പൂക്കൾ നിറയെ പൂമ്പാറ്റ, പാറി നടക്കും പൂമ്പാറ്റ, നൃത്തം ചെയ്യും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിലിരിക്കും പൂമ്പാറ്റ, പൂവിലുറങ്ങും പൂമ്പാറ്റ. എളുപ്പമായിട്ട് അങ്ങനെ ഉണ്ടാക്കാം.
ഓക്കെ, ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത പാഠഭാഗവുമായിട്ട് ഉടനെ തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.